അതിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നില്ല. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. ബാഗുകൾ, സ്ട്രോകൾ, വാട്ടർ ബോട്ടിലുകൾ തുടങ്ങിയ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ജലം സംരക്ഷിക്കുക. ചോർച്ച പരിഹരിക്കുക. ജലക്ഷമതയുള്ള വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുക. പൊതുഗതാഗതം അല്ലെങ്കിൽ സൈക്ലിംഗ് എന്നിവ ഉപയോഗിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. പുനരുപയോഗവും കമ്പോസ്റ്റും. കടലാസ്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹങ്ങൾ എന്നിവ റീസൈക്കിൾ ചെയ്യുക. കൂടാതെ മണ്ണിൽ നിറയുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിന് ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ചെയ്യുക. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന വിധം. ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെയാണ് ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ കമ്പ്യൂട്ടറുകൾ, ഫോണുകൾ, ബാറ്ററികൾ, കേബിളുകൾ എന്നിവ വിവിധ വിഭാഗങ്ങളായി ഈ മാലിന്യങ്ങളെ വേർതിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി കളക്ഷൻ ഇവന്റുകൾ. സമൂഹം സംഘടിപ്പിക്കുന്ന ഈ മാലിന്യ ശേഖരണ പരിപാടികളിൽ പങ്കെടുക്കുക. റീസൈക്ലിംഗ് കേന്ദ്രങ്ങൾ. ഈ മാലിന്യ പ്രാദേശിക റീസൈക്ലിംഗ് സെന്ററുകളിലേക്കോ ഇലക്ട്രോണിക് മാലിന്യ പുനരുപയോഗ സൗകര്യങ്ങളിലേക്കോ കൊണ്ടുപോവുക. ഈ മാലിന്യ ശേഖരണത്തിനായി ലേബൽ ചെയ്ത ബിന്നുകൾ നൽകുക. ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലോ മറ്റ് സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്കോ ശേഖരണ കേന്ദ്രങ്ങൾ നിശ്ചയിക്കുക. ഓരോ വാർഡ് തലത്തിലും കുടുംബശ്രീ വഴി ഈ വേസ്റ്റ് കളക്ട് ചെയ്യുക.